പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ആപത്തിനോ പട്ടിണിക്കോ വാളിനോ, ഇപ്പം നമ്മൾ റോമാലേഖനം 8:35 അച്ഛൻ്റെ മനസ്സിൽ ആരാധന സമയത്ത് കർത്താവ് തന്ന വചനം. റോമ 8:35, അതായത് ആപത്തിനോ പട്ടിണിക്കോ വാളിനോ, ഈ ലോകത്തുള്ളതിനോ വരാനിരിക്കുന്നവർക്ക്, അതായത് ആർക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും. പ്രശ്നമാണ് അത്. നമ്മളിങ്ങനെ വചനം ഈ വചനം ഒരു 1000 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ കഥയില്ല. എത്ര പ്രാവശ്യം കേട്ടെന്നുള്ള ഒരു കഥയില്ലാത്ത കാര്യമാണ്. വെദർ യു ഹേർഡ് ഇറ്റ് വിത്ത് അനോയിൻമെൻറ്റ്, നീ അത് അഭിഷേകത്തിലാണ് കേട്ടിരിക്കണേ. വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് കർത്താവിനോട് ചോദിക്കേണ്ടത്, കർത്താവ് ഈ വചനം ഗ്രഹിക്കാൻ എമ്മാവസിലേക്ക് ശിഷ്യന്മാർക്ക് അവരുടെ ഹൃദയത്തിന് നീ വെളിച്ചം നൽകിയതുപോലെ എനിക്കും വെളിച്ചം നൽകണമേ. സോ ദാറ്റ് മൈ ഹാർട്ട് മേ ബി എൻകിൻഡിൽഡ്. ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എമ്മാവസിലേക്ക് മ്ലാനവദനരായി പോയ അപ്പോസ്തലന്മാരുടെ അവർക്ക് വചനം പങ്കുവെച്ച് ശ്രമിക്കാനുള്ള അഭിഷേകം കൊടുത്തതുപോലെ എനിക്കും വചനം വചനം ശ്രമിക്കാനുള്ള അഭിഷേകം തന്ന് എന്റെ ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. സന്തോഷത്തോടെ പാടുക. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. ഇത് കാറ്റിൻ്റെ സ്വരം പോലെ നിങ്ങൾ മനസ്സിലാക്കണം. കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. അഭിഷേക ആരാധനയിൽ കേൾക്കുന്നത് എന്താണ്? ആത്മാവിൻ്റെ സ്വരം. അതെവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞില്ലേ. കാറ്റിൻ്റെ സ്വരം മാത്രം നിങ്ങൾ കേൾക്കുന്നു. ആരാധന നിമിഷങ്ങളൊക്കെ കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. പാട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും ആത്മാവിൻ്റെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണമേ. അത് കാരണം അത് മൂലം ഞാൻ ശരിക്കും അങ്ങയെ അറിഞ്ഞ് ആരാധിക്കട്ടെ. എന്താണെന്ന് അറിയാമോ അങ്ങനെ പറയണത്? അറിഞ്ഞ് ആരാധിക്കുമ്പോഴേ, എന്തിനാ അച്ഛൻ അങ്ങനെ എപ്പോഴും പറയണം അറിഞ്ഞ് ആരാധിക്കണം? അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് അഭിഷേകം ഉണ്ടാകുന്നത്. ഈ അഭിഷേകം ഉണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയാവോ? പല കാര്യങ്ങളും നമ്മൾ എന്ത് തീഷ്ണമായ കാര്യങ്ങൾ വന്നാലും അതിൻ്റെ പൊള്ളൽ നമ്മൾ അനുഭവിക്കത്തില്ല. അതാണ് അഭിഷേകത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അത് ആരാധനയിലാണ് കൂടുതൽ വരുന്നത്. ഒരഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു രസമുണ്ടായി. എൻ്റെ ഒരു കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സഹപ്രവർത്തകരാണ്. അപ്പോൾ അവർ എന്നെ ഈ ദിവസങ്ങളിൽ കാണാൻ വന്നു. പ്രത്യേക സിറ്റുവേഷൻ ആണെങ്കിലും ഞങ്ങൾ അകന്നിരുന്ന് സംസാരിച്ചു. അവർ ഹസ്ബൻഡ് വൈഫും കൂടി കാണാൻ വന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചില സമയത്ത് അങ്ങനെ ഉണ്ടാകും. മനുഷ്യന് പക്വത വരുമ്പോഴേ, ആധ്യാത്മിക മേഖലയിലെ പക്വത വരേണ്ട ഒരു സമയമുണ്ടാകും. അപ്പോഴേ നമ്മളെ ദൈവം നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും.
അപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലി കിട്ടും, അല്ലേ? ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ജീവിക്കേണ്ടി വരും, വീട് കെട്ടി താമസിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ മരണം വരെ ഇവിടെയല്ല, ഇവിടുന്ന് മാറണം, ഇവിടുന്ന് പോകണം, ഇത് വിൽക്കണം, ഇത് ഇങ്ങനെ നമ്മൾ അവിടെ. എന്നിട്ട് ഇത് വിൽക്കണമെന്ന് പറഞ്ഞ് കെട്ടി വന്ന കാലത്ത് പറയണതാണ് ഈ സ്ഥലം വിൽക്കണം, ഇവിടുന്ന് പോകണം. അങ്ങനെ പറഞ്ഞ് അവസാനം അവർ 10-60 വയസ്സായി കഴിയുമ്പോഴും മനസ്സിൽ പറയും ഇത് വിൽക്കണം, ഇവിടുന്ന് പോകണം. അവസാനം അവർ ഇവിടുന്ന് മരിച്ചു പോകും. 10-70 വയസ്സാകുമ്പോൾ അവർ മരിച്ചു പോകും, വിൽക്കാതെ പോകും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർ കെട്ടി വന്ന കാലം തൊട്ട് പറയണതാണ് ഇത് വിൽക്കണം, ഇവിടുന്ന് പോകണം. എന്തിനാ ഇവിടെ പോരാ? ഇതിങ്ങനെ ഒരു 70 വയസ്സ് വരെ പറയും. പക്ഷേ അവസാനം അവർ പോകും. പക്ഷേ വീട് സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നെവിറ്റബിൾ ഈവിൾ, അല്ലേ? നമുക്ക് ചില വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, സിറ്റുവേഷൻസ്, പശ്ചാത്തലം, സാഹചര്യം, ഇങ്ങനെയുള്ള അപ്രതിഹിതമായ സംഭവങ്ങളുണ്ടാകും. നമ്മൾ എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ അസംതൃപ്തരായി ജീവിക്കും. അതിനാണ് അച്ഛന് അഭിഷേകം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇപ്പോഴേ ചില സമയത്ത് നമുക്കറിയാമല്ലോ, കർത്താവ് ഇപ്പോൾ എബ്രഹാത്തിനോട് പറയണത് എന്താണ്? ഞാൻ കാണിച്ചു തരുന്ന സ്ഥലമെന്നാണ്. അല്ലാതെ നമ്മുടെ ഭർത്താവ് കാണിച്ചു തരുന്ന സ്ഥലം, അമ്മ കാണിച്ചു തരുന്ന സ്ഥലം, അങ്കിൾ കാണിച്ചു തരുന്ന സ്ഥലമല്ല. അത് നമുക്കിഷ്ടപ്പെട്ട സ്ഥലമായിരിക്കും. നമ്മൾ ഒത്തുതീർപ്പ് കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് വിധേയമായിട്ടാണ്, നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്. പക്ഷെ ചില കാര്യമെങ്കിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, ദൈവം കാണിച്ചു തരുന്നതായിരിക്കും. അത് നമുക്ക് ഇഷ്ടമില്ലാത്തതുമായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുക, ഇങ്ങനെയുള്ള ജോലി, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുക, ഇനി ഇഷ്ടമില്ലാത്ത വ്യക്തികളുമായിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ച് താമസിക്കേണ്ടിയും വരും. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത മക്കൾ ജനിച്ചെന്ന് വരും. ചില അമ്മമാരുടെ മക്കളുടെ കുരുത്തക്കേടും തോന്നിയ മാസങ്ങൾ, നീ എൻ്റെ വയറ്റിൽ തന്നെയാണോ ജനിച്ചതെന്ന് ചോദിക്കും. എന്താണ് കാര്യം? എൻ്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ, നമ്മുടെ മക്കൾ എൻ്റെ വയറ്റിൽ തന്നെയാണോ ജനിച്ചതെന്ന് ചോദിക്കണ മക്കളില്ലേ? ഇതിനെല്ലാം ഉള്ള അഭിഷേക സാധ്യതയുണ്ട്. ദിസ് ഈസ് ലൈഫിൽ ഇങ്ങനെ വരും. നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ, ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ, നമ്മുടെ രക്തത്തിൽ തന്നെ ജനിച്ച സംഭവം തന്നെ. ചിലർ പറയും എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതെ വരണ സമയവും ഉണ്ടാകാം. ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമുക്കെപ്പോഴും അതൃപ്തി, അസംതൃപ്തി, സങ്കടം, നിരാശ, പേതും പിറക്കും പിച്ചും പേയും പറഞ്ഞ് അരവട്ടായിട്ട് നടക്കും. എന്തിനാണ് ജീവിതം വട്ടാക്കണത്? ഇതിനെല്ലാത്തിനും ഒരു കറസ്പോണ്ടിങ് അഭിഷേകമുണ്ട്. നമുക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമേ, ജീവനേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ, ജീവനേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന, 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 ആരാധന. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദിയും സ്തുതിയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യം എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് ലൂസി നിക്കോളാസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ രൂപതയിലെ മരത്തങ്കോട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം, ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 14-ാം തീയതിയാണ്. ഞാൻ ഇവിടെ വരാനുള്ള കാരണം 2022 മാർച്ച് 20-ാം തീയതി എൻ്റെ ആങ്ങള മരിക്കുകയും അതിൻ്റെ പിറ്റത്താഴ്ച എൻ്റെ മോള് കാനഡയിലേക്ക് പോവുകയും ചെയ്തതെ തുടർന്ന് എനിക്ക് സുഖമില്ലാണ്ടായി. എനിക്ക് നടക്കാനും ഇരിക്കാനും പറ്റിയിരുന്നില്ല. ശരീരമാകെ ആടി ഉലഞ്ഞാണ്, കഴുങ്ങും തെങ്ങൊക്കെ മുകളിലേക്ക് ആടി ഉലയുന്നത് പോലെയാണ് എൻ്റെ ശരീരം ആടി ഉലഞ്ഞിരുന്നത്. പല ഡോക്ടർമാരെ കാണിച്ചു, ഒരസുഖവുമില്ല. വിറ്റാമിൻ്റെ ഗുളികകൾ മാത്രമാണ് ഞാൻ കഴിച്ചിരുന്നത്. വീണ്ടും അസുഖങ്ങൾ അങ്ങനെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വരാൻ ഉണ്ടാവാൻ കാരണം, ഞാൻ സുഖമല്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കാണാനിടയായി. അച്ഛൻ്റെ ധ്യാനം 2 പ്രാവശ്യം ഞാൻ പകുതി വരെ കണ്ടു. 3-ാമത്തെ പ്രാവശ്യം
ധ്യാനം കണ്ടപ്പോൾ മുഴുവനായിട്ട് ഞാൻ കാണുകയും അന്ന് രോഗശാന്തി പ്രാർത്ഥനയ്ക്കായി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. അന്ന് പിറ്റത്തെ ആഴ്ച അടുത്ത ആഴ്ച ഒരു അടയാളം തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അടുത്ത ആഴ്ചയായപ്പോൾ കുടുംബ പ്രാർത്ഥന 9 മണിയുടെ കുടുംബ പ്രാർത്ഥന 9:30 ആകുമ്പോൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഉറക്കക്ഷീണം കൊണ്ട് ഞാൻ പോയി കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു 10 മണിക്ക് 9:30 കിടന്നിട്ട് 10 മണി 11 മണി 11:45 എനിക്ക് മയക്കം വന്നു. മയക്കം വന്നപ്പോൾ ഞാൻ മയങ്ങിയ സമയത്ത് മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. മാതാവ് എൻ്റെ കൊന്തയുള്ള കയ്യിൽ വന്ന് പിടിച്ചു. അങ്ങനെ 2 കൊന്തയുള്ള കൈയും മറ്റേ കൈയും വന്ന് 2 കൈയും പിടിച്ച് എന്നെ ഉയർത്തി. അങ്ങനെ ഞാൻ കണ്ണു പിടിച്ച് നോക്കിയപ്പോൾ മാതാവിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഫോണെടുത്ത് നോക്കിയപ്പോൾ മാതാവിൻ്റെ രൂപം ഞാൻ ആ ഫോണിൽ കണ്ടു. അപ്പോൾ മാതാവാണ് എൻ്റെ അരികിൽ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും കാലത്ത് 5:30 എഴുന്നേറ്റ് ഫോണിൽ നോക്കി പ്രാർത്ഥനകൾ ചൊല്ലിയു. കാലത്തെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വൈകിട്ടുള്ള 7:30 ആകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കൃപാസന പള്ളിയിലേക്ക് വരാൻ സാധിച്ചത്. അത് സാധിച്ചത് എനിക്ക് പ്രാർത്ഥന വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ഇടവകയിലുള്ളൊരു സിസ്റ്ററിനെ കണ്ട് എൻ്റെ തലയിൽ കൈ പ്രാർത്ഥിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കൃപാസനം എന്ന പള്ളി വഴി അകലെയുണ്ട്, അവിടെ പോയി ചേച്ചി സാക്ഷ്യം പറയും, ചേച്ചിയുടെ രോഗം സുഖപ്പെടും എന്ന് ആ സിസ്റ്റർ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പോകാൻ കഴിയുമെന്ന് അറിയില്ല. ചേട്ടൻ എന്നെ പറഞ്ഞയക്കില്ല, ഇത്രയും ദൂരത്തേക്ക് എന്നെ പറഞ്ഞയക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞ നേരത്ത് സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ പള്ളിയിൽ നിന്ന് കൃപാസനം പള്ളിയിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്, ചേച്ചിക്ക് പോകണമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനെ ഫോൺ ചെയ്തു. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ജോലി സ്ഥലത്തായിരുന്നു. വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു, മോനെയും കൂട്ടി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ യാദൃശ്ചികമായി വിചാരിക്കാത്ത ദിവസം തന്നെ എനിക്കിവിടെ വരാൻ പറ്റി. വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് തലേദിവസം ഞാൻ കുമ്പസാരിക്കണമെന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് പോയാലും സാധിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം എനിക്ക് പള്ളിയിലേക്ക് കുമ്പസാരിക്കാൻ പോകാൻ സാധിച്ചു. ഞാൻ ഇവിടെ വന്നത് എൻ്റെ മോൻ്റെ കൈയും പിടിച്ചാണ്. നടക്കാനും ഇരിക്കാനും പറ്റാണ്ട് എൻ്റെ മോൻ്റെ കൈ പിടിച്ചാണ് ഞാൻ ഇവിടെ വന്നതും പോയതും. പിറ്റേ ദിവസം കുമ്പസാരിക്കാൻ ഞാൻ സാധാരണ പോണ പോലെ പോയി, യാതൊരു കുഴപ്പമില്ലാണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യണു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. രണ്ടാമതായി എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയുള്ള സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂട്ടുകാരിയുടെ മകന് വേണ്ടി 3 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയ പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ വെച്ച് ഇവരെ കാണുവാനിടയായി. ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചേച്ചിയുടെ അസുഖം ഭേദമായതല്ലേ എനിക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ 5:30 പ്രാർത്ഥനയിൽ എൻ്റെ അടിവയറ്റിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ നൽകണേ മാതാവേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ മോള് പ്രഗ്നൻ്റാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അങ്ങനെ 2 കുഞ്ഞുങ്ങളുണ്ടെന്നാണ് അറിഞ്ഞത്. മാതാവ് ഇത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി സ്തുതിയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആസ്പത്രികളിലെ മെഡിക്കൽ കോളേജിലെ വഴിയോരത്തുള്ള ദരിദ്രരായ വയസ്സായിരിക്കുന്നവർക്ക് ഭക്ഷണപ്പൊതി കൊടുക്കുകയും ആസ്പത്രികളിൽ പോയി രോഗികൾക്ക് വേണ്ടി കൈവച്ച് തൈലം കുരിശ് വരച്ച് രോഗികളെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് തൈലം തലയിൽ തൊട്ട് വിശ്വാസപാഠം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് സ്ഥിരമായി ഞാൻ എല്ലാ മാസവും വീട്ടു സാധനങ്ങൾ കൊടുക്കുകയും പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ പ്രത്യേക ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും ഈസ്റ്റർ, ക്രിസ്മസ്, ഓണം എല്ലാ ദിവസങ്ങളിലും ഞാൻ അവരുടെ വീടുകളിലേക്ക് നല്ല ഭക്ഷണമായി എത്തിക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോ ശാക്തിയായിരിക്കട്ടെ. എൻ്റെ പേര് റോണിയ സണ്ണി. ഞാൻ പട്ടണക്കാട് ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് OET എന്ന ടെസ്റ്റ് പാസ്സായി കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു നേഴ്സാണ്. സൗദി അറേബ്യയിൽ 14 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു നേഴ്സായിരുന്നു. അപ്പോൾ കുടുംബവുമായിട്ട് അവിടെ നിന്ന് പോകാനായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം യൂറോപ്പിലേക്ക് പോകാനായിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് OET എന്ന ടെസ്റ്റിലേക്ക് നോക്കിയത്. അപ്പോൾ OET പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് വളരെ എളുപ്പമാണ്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്ന് സൗദിയിൽ തന്നെ OET ഒരു പ്രാവശ്യം ഞാൻ എഴുതി. പക്ഷേ വിചാരിച്ച പോലെ സ്കോർ കിട്ടിയില്ല. 4 മോഡ്യൂളും എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്കെത്തി, കോച്ചിങ്ങൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഡേറ്റ് എടുത്ത് വീണ്ടും എക്സാം എഴുതി. ആ എക്സാമും ഞാൻ പരാജയപ്പെട്ടു. ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം, ഉടമ്പടി എടുത്തു വെച്ചതുകൊണ്ട് മാത്രം OET പാസ്സാകാം എന്നുള്ള ഒരു വ്യർത്ഥമായ ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചു, എന്താണ് മാതാവ്, ഞാൻ സാക്ഷിയൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ടല്ലോ OET പാസ്സാവുന്ന പിള്ളേരെ ഉടമ്പടിയൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട്, എന്താണ് ഞാൻ മാത്രം OET പാസ്സാവാതെ പോയതെന്ന്. ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം കൂടുന്നതിൻ്റെ ഇടയിൽ ജോസഫ് അച്ഛൻ പറയുന്നു, OET ഉടമ്പടി എടുത്തതുകൊണ്ട് അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളും അതിനനിവാര്യമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങളും പത്രങ്ങളുമെല്ലാം അത് ചെയ്യേണ്ട നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഉടമ്പടി ജ്വലിക്കുകയുള്ളൂ എന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞത് എനിക്കത് എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ OET നമ്മുടെ ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി. കുമ്പസാരിക്കാനും കുർബാന കൈക്കൊള്ളാനും കുർബാനയിൽ പങ്കുകൊള്ളാനും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പോകാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനങ്ങളും പത്രങ്ങളും എല്ലാം കറക്റ്റായിട്ട് ബസ് സ്റ്റാൻഡുകളിലും, ഞാൻ വർക്ക് ചെയ്തിരുന്നത് വെൽകെയർ എന്ന ഹോസ്പിറ്റലിലാണ് വൈറ്റില, അപ്പോൾ അവിടെയെല്ലാം കൊണ്ടുപോയി പത്രങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും 3ാമത് OETക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ഡേറ്റ് എടുത്തു. മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് കാശ് രൂപമൊക്കെ ആയിട്ട് പോയി OET എഴുതുന്നതിന് മുമ്പായിട്ട് എക്സാം ഹാളിൽ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അവസാനത്തെ ശ്രമമാണ്. കാരണം നമുക്ക് ഓരോ പ്രാവശ്യവും ടെസ്റ്റ് എഴുതുന്നതിന് ഒത്തിരി എക്സ്പെൻസസ് ആവുന്നുണ്ട്. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുകയില്ല. അപ്പം അമ്മ മാതാവ് സഹായിക്കണം, എങ്ങനെയെങ്കിലും ഈ ടെസ്റ്റ് ഒന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ OET പാസ്സായി. അമ്മ മാതാവ് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു. വീണ്ടും തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. പ്രോസസ്സിംഗ് ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ഇൻ്റർവ്യൂസ് എല്ലാം നിന്നു. അയർലൻഡ്, UK പോലെയുള്ള കൺട്രീസിലേക്കുള്ള എൻട്രി എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒക്ടോബർ മാസത്തിൽ 2024 മാതാവ് ഒരു ഇൻ്റർവ്യൂ നഴ്സിംഗ് ഹോമിലേക്ക് ക്രൗൺ പ്ലാസയിൽ വെച്ച് നടത്തുന്നത് എനിക്ക് ലഭിച്ചു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റിന് ഞാൻ അവിടെ ചെന്നപ്പോഴും ഇൻ്റർവ്യൂ ഹാളിൻ്റെ പുറത്ത് ഞാൻ ഉപ്പിട്ട വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിനോട് മാധ്യസ്ഥം യാചിച്ചു. മാതാവ് തന്നെ ആയിരിക്കണം എൻ്റെ ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സെലക്റ്റായിട്ടുള്ള കുറച്ച് പേരുടെ ലിസ്റ്റിൽ എൻ്റെ പേരും വന്നു. അങ്ങനെ സമാധാനിച്ചു. എത്രയും പെട്ടെന്ന് അയർലൻഡ് എന്ന രാജ്യത്തിലേക്ക് പോകാമല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചു. അവിടെയും വീണ്ടും തടസ്സങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. മാതാവ് വിചാരിച്ചതുപോലെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, ദൈവത്തിന് നമ്മുടെ മേലൊരു പ്രത്യേക പദ്ധതിയുണ്ട് എന്ന് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അത് സഹായിച്ചു. ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞു, 2025 സെപ്റ്റംബറിലേക്ക് മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ ബാച്ചായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ലിസ്റ്റ് വന്നിരിക്കുന്നത് 2025 സെപ്റ്റംബറിലാണ്. എൻ്റെ ഡിസിഷൻ ലെറ്റർ DL തീരുന്നത് ഒക്ടോബർ 2025 8-ാം തീയതിയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് 2 ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഡിസിഷൻ ലെറ്റർ അത് വാലിഡ് ആയിരിക്കണം. ഇപ്പോൾ സെപ്റ്റംബറിൽ ഞാൻ കയറിപ്പോയാൽ മാത്രമേ ഒക്ടോബറിനുള്ളിൽ എനിക്ക് ആ എക്സാം എഴുതിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് അവരൊരു ജൂലൈ 2025 ജൂണൊക്കെ ആയപ്പോഴേക്കും ഏജൻസിക്കാർ വിളിച്ച് പറഞ്ഞു, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ജൂലൈ ലാസ്റ്റോടുകൂടി കയറിപ്പോകാം, ഡിസിഷൻ ലെറ്റർ എക്സ്പയർ ആവില്ല, ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞു.
ഇത്രയും ഡിലേയ്സ് ഉണ്ട് എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയിട്ടില്ല. കറക്റ്റായിട്ട് എല്ലാ 90 ദിവസം കഴിയുമ്പോഴും ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കും, പത്രം മേടിക്കും. ഇതിനിടയിൽ ഞങ്ങൾ കുടുംബമായിട്ട് വേളാങ്കണ്ണിയിൽ പോയി അവിടെ പത്രങ്ങൾ, തമിഴ് പത്രങ്ങളൊക്കെ മേടിച്ച് അവിടെയും കൊണ്ടുപോയി കൊടുത്തു. പ്രാർത്ഥനയിൽ നിന്നും ഒട്ടും വ്യതിചലിച്ചില്ല. എത്ര കാലതാമസം ഉണ്ടായാലും മാതാവിൻ്റെ ഇഷ്ടമനുസരിച്ച്, കർത്താവിൻ്റെ തീരുമാനമനുസരിച്ച് തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോയി. 2025 സെപ്റ്റംബർ 13, 14 എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കൺഫേമായി. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ജൂലൈ 28-ാം തീയതി എനിക്ക് വിസ കിട്ടാൻ ലേറ്റായി. എല്ലാവർക്കും 10-15 ദിവസം കൊണ്ട് വരുന്ന വിസ എനിക്ക് 28 ദിവസം കൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ സെപ്റ്റംബർ 13, 14 എഴുതാനിരുന്ന എക്സാം വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത് സെപ്റ്റംബർ 27, 28, 2025 മാറ്റിവെച്ചു. അപ്പോഴും ഞാൻ വിശ്വാസത്തിൽ നിന്നും പിന്മാറിയില്ല. വീണ്ടും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം കാണുകയും ഉടമ്പടി ധ്യാനവും എല്ലാം കൂടുകയും ചെയ്തു. എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും മാതാവിൽ നിന്നും കൃപാസനത്തിൽ നിന്നും വിട്ടുപോവുകയില്ല. അമ്മേ, എന്നെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിസ 25-ാം തീയതി വന്നു. ഞാൻ ഈ സെപ്റ്റംബർ 20-ാം തീയതി നാളെ 9:30 പോവുകയാണ് അയർലൻഡിലേക്ക്. മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക്, വൈകിയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നെ വഴി നടത്തുന്നതിനും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. തിരുക്കുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. ആദ്യമേ തന്നെ ഈശോയ്ക്കും കൃപാസനം അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ബാംഗ്ലൂരാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ പേര് ജോൺ സിപ്പി, എൻ്റെ വൈഫ് സിസിലിയ. ഞങ്ങൾ 20 വർഷത്തിന് മേളിലായി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. 2023 ഒക്ടോബർ 16-നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമേ എൻ്റെ അമ്മ 2019 ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കേട്ട അറിവുണ്ട്. മാതാവിനോട് പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നു, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതിനോട് വലിയ ഇതും തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ, അത് വളരെ നല്ല കമ്പനി, ഒരു ഓസ്ട്രേലിയൻ കമ്പനിയിലാണ്. അപ്പോൾ ഞാൻ 17-18 വർഷം മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ട് അവസാനം എനിക്ക് ഒത്തിരി കാലം കഴിഞ്ഞിട്ട് ഒരു നല്ല കമ്പനി ജോലി കിട്ടുക. ഏറ്റവും കൂടുതൽ അനുഗ്രഹം എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് 3 മണി വരെ ജോലി ചെയ്യാൻ പറ്റും. വളരെ നല്ല ഫ്ലെക്സിബിൾ ടൈമിങ്, നല്ല വർക്ക് അവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 16-ാം തീയതി ഓഗസ്റ്റ് 2023 പെട്ടെന്ന് എനിക്കൊരു നോട്ടീസ് കിട്ടുകയാണ്. കമ്പനിയിൽ കുറേ പേരെ പറഞ്ഞു വിടുന്നു. അതിനുള്ളിൽ എൻ്റെ പേരുമുണ്ട്, എൻ്റെ മാനേജർ, പലരുടെയും പേരുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോകണം വിത്തിൻ 2 months നോട്ടീസ് വന്നു. അതിൻ്റെ കൂടെ തന്നെ കൃത്യസമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരിലൊരു ഫ്ലാറ്റും ബുക്ക് ചെയ്തു. ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് ഒരു ഏകദേശം 7 ലക്ഷം രൂപയും അടച്ചു. അത് കഴിയുമ്പോഴാണ് നമ്മൾ പത്രത്തിലൊരു പരസ്യം വരുന്ന ആ ഫ്ലാറ്റ് ബിൽഡർ ഒരു നല്ല ബിൽഡറല്ല, അവരെക്കുറിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്ലാറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാവും, പല പ്രശ്നങ്ങളുണ്ട്, അപ്രൂവൽസ് പ്രോപ്പറായിട്ടില്ല. അപ്പോൾ അവരുടെ കരാറെന്ന് പറയുന്നത് നമ്മൾ അടച്ച കാശൊരിക്കലും തിരിച്ചു കിട്ടില്ല. ഇങ്ങനെ 2 പ്രശ്നങ്ങളും വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മേനോട് പറയുന്നുണ്ടായിരുന്നു, ഒരു വാസനം പോവാം, നീ ഒരു ഉടമ്പടി എടുക്ക്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നു. വിഷമഘട്ടത്തിൽ ഉടമ്പടി എടുത്തു. തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർക്ക് ചെന്നു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ അച്ഛൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പ്രത്യേകിച്ച് പത്രം കൊടുക്കുമ്പോഴും പലരും റിജക്റ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾ പള്ളികളിലും ആദ്യം പള്ളികളിൽ കൊടുത്തു, പിന്നെ വഴിയിലോട്ട് ഇറങ്ങി നിന്ന് കൊടുത്തു. പലരും പുച്ഛത്തോടെ നോക്കും, ചിലർ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷും കൊടുക്കുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ പത്രങ്ങൾ. അപ്പോൾ അതെല്ലാം കുറച്ച് നാണക്കേടും വിഷമവും ഒക്കെ സഹിച്ച് ഞങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ, കുമ്പസാരവും കുർബാനയ്ക്ക് കൂടലും എല്ലാ കാര്യങ്ങളും കാരുണ്യ പ്രവൃത്തികളും പ്രത്യേകിച്ച് ഞങ്ങളാൽ സഹായിക്കുന്ന ധനസഹായവും എല്ലാം കൊടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു അത്ഭുതം അന്ന് സംഭവിച്ചത്, ഏറ്റവും കൂടുതൽ അന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഇടപെടൽ, കൃപാസന മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായ അനുഗ്രഹമെന്ന് എനിക്ക് ഉറപ്പായിട്ട് ബോധ്യമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ ഉടമ്പടി എടുത്ത് തിരിച്ച് ബാംഗ്ലൂർക്ക് ഞങ്ങളിതെല്ലാം ചെയ്യാൻ തുടങ്ങി. വിത്തിൻ 1 month ഒരു സീനിയർ മാനേജർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. പുള്ളിയുടെ കൂടെ ഒരു ചെറിയ ഊട്ടി ട്രിപ്പിന് പോകാൻ ചാൻസ് കിട്ടി. ആ പുള്ളിയുടെ കീഴിലൊരു ജോലി ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എനിക്ക് അതിലേക്ക് മാറ്റം കിട്ടി.
മറ്റൊരു ജോലി കിട്ടുമോ ഇല്ലോ എന്നുള്ള വിഷമത്തേക്കാൾ കൂടുതൽ എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിരുന്നു ബുദ്ധിമുട്ട്. അത്ര നല്ല കമ്പനി, അത്ര വലിയ ജോലിയായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാനിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു. ഞാൻ കുറച്ച് താമസിച്ചു പോയി, എങ്കിലും ഇന്ന് വീണ്ടും ഒരത്ഭുതം അതേ ജോലിയിൽ തന്നെ മാതാവ് എനിക്ക് തന്നു. ഇന്ന് ആ യൂണിറ്റിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് 300 പേരെ വീണ്ടും പറഞ്ഞു വിട്ടു. എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന യൂണിറ്റിൽ ഒരു പ്രശ്നവുമില്ല, ആർക്കും ജോലിക്ക് തടസ്സമൊന്നുമില്ല. ഇതുപോലെ തന്നെ അന്ന് ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്ത കാശ് ഒരു 85-90% അവർ തിരിച്ചു തന്നു. അത് രണ്ടും വലിയൊരു അത്ഭുതമാണ്. മാതാവിൻ്റെ ഇടപെടലുകൊണ്ട് മാത്രം ഉണ്ടായ അത്ഭുതമാണ്. കൃപാസന മാതാവിന് 1000 നന്ദി സ്തുതി. ഈശോയ്ക്ക് നന്ദി സ്തുതി. കാരുണ്യപ്രവൃത്തി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മാസം തോറും ദശാംശം മാറ്റിവെക്കും. അത് കൃത്യമായിട്ട് ഞങ്ങൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ദരിദ്രരായ ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ ഓർഫനേജുകളിലൊക്കെ വിസിറ്റ് ചെയ്ത് അവരെ കാണുകയും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കൊച്ചു കുട്ടികളെ കണ്ട് സന്ദർശിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഫനേജുകളിൽ പോയി അവരോട് സംസാരിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം തന്നെയാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്.